വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 13. ന്യൂറ, നീ ഇങ്ങനെ കരയാതെ. ഇക്ക ചിലപ്പോ ഫംഗ്ഷന്റെ തിരക്കിൽ മറന്നുപോയതായിരിക്കും. അല്ലാതെ നിന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ന്യൂറയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഷഹാന പറഞ്ഞു. ഒന്നുമല്ല, ഷാനുവിനെ എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഈ നേരം വരെ എന്നെ കുറിച്ച് ചിന്തിക്കാതിരിക്കോ? ഇവിടെ എത്ര ആളുണ്ട്. അവരൊക്കെ കണ്ടിട്ടും എന്നെ കാണാതിരുന്നിട്ട് ഒന്ന് വിളിച്ചു പോലും നോക്കിയില്ലല്ലോ. കരഞ്ഞുകൊണ്ട് പറയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഷഹാന അവൾക്കരികിലായി ഇരുന്നു. ന്യൂറ, നീ ഒന്ന് എണീറ്റേ. എല്ലാവരും നമ്മളെ കാണാതെ തിരയുന്നുണ്ടാകും. നിന്നെ ഈ കോലത്തിൽ കണ്ട പിന്നെ അത് മതി. സമയം ഏറെയായിട്ടും കരച്ചിലടക്കാതെ കിടക്കുന്നവളെ നോക്കി ഷഹാന പറഞ്ഞു. ഞാൻ വരുന്നില്ല, നീ പൊക്കോ. അതെങ്ങനെ ശരിയാകും? എല്ലാവരും നിന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? എനിക്ക് തലവേദന ആണെന്നെങ്ങാനും പറഞ്ഞോ? എനിക്കിപ്പോ ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള മൂടൊന്നുമില്ല. അതും പറഞ്ഞവൾ മുഖം തുടച്ചു. നീ ഒന്നും മിണ്ടാതിരുന്നേ. കുറച്ചു നേരം കൂടി ഞാൻ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാളും ഒന്നിച്ച് തന്നെ താഴേക്ക് പോകും. അപ്പോഴേക്കും നിന്റെ കരച്ചിലൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവണം, കേട്ടല്ലോ? ഒരു താക്കീതോടെ പറഞ്ഞ ഷഹാനിയെ ഒന്ന് നോക്കിയവൾ. അപ്പോഴേക്കും ന്യൂറയുടെ ഫോൺ റിങ് ചെയ്തു. ന്യൂറ, ദേ നിന്റെ ഉമ്മ വിളിക്കുന്നു. നീ ഫോൺ എടുക്ക്. എനിക്ക് വയ്യ, നീ തന്നെ എടുക്ക്. ഒരിക്കൽ കട്ടായി വീണ്ടും റിങ് ചെയ്ത ഫോണിലേക്ക് നോക്കി ന്യൂറ പറഞ്ഞതും ഒന്നുകൂടി കട്ടാവുന്നതിന് മുന്നേ ഷഹാന ആ കോൾ അറ്റൻഡ് ചെയ്തു. ആ അമ്മായി പറഞ്ഞോ. മോളെ, ന്യൂറ എവിടെയാ? നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവരെ വന്നത് മുതൽ തിരിഞ്ഞു നടക്കുകയായിരുന്നു ന്യൂറയുടെ ഉമ്മ. മോളെ ആദ്യമായി സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാണ് വെപ്രാളത്തോടെ അവളെ അന്വേഷിച്ചത്. എന്നാൽ എല്ലാവരും അവർ രണ്ടുപേരെയും മാത്രം കണ്ടില്ലെന്ന് പറഞ്ഞു. അമ്മായി, ഞങ്ങളിവിടെ മുകളിലെ ഒരു മുറിയിലുണ്ട്. ന്യൂറ വാഷ്റൂമിലാണ്. കാറിൽ നിന്നിറങ്ങിയപ്പോ സാരി ചെറുതായൊന്ന് കുളമായതുപോലെ തോന്നി. അത് റെഡിയാക്കാൻ വന്നതാ. എന്നിട്ട് എല്ലാം ഓക്കെ ആയോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ? അതൊന്നും വേണ്ട, എല്ലാം ശരിയാക്കി. അവളൊന്ന് വാഷ്റൂമിന് പുറത്തു വന്നാ അപ്പൊ തന്നെ താഴേക്ക് വരും. എന്നാ ശരി മോളെ, അധികം ലേറ്റാകാതെ പെട്ടെന്ന് വരണേ. ആ അമ്മായി. ഫോൺ കട്ടായതും ഹാവ്, സമാധാനമായി. അമ്മായി ഇങ്ങോട്ടെങ്ങാനും വന്നാ നിന്റെ മോന്ത കണ്ടാ തീർന്നു. അതും പറഞ്ഞ് നെടുവീർപ്പെട്ടു ഷഹാന. വേഗം പോയി ഒന്ന് മുഖം കഴുകി വാ, ഇനിയും ലേറ്റാക്കണ്ട. അതും പറഞ്ഞവൾ ന്യൂറായെ തള്ളി വാഷ്റൂമിലാക്കി. മാഷാ അല്ലാ, എന്റെ മോള് എന്ത് മൊഞ്ചത്തിയാ. താഴേക്ക് ചെന്നതും ന്യൂറയുടെ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ മാത്രമേ മഞ്ചുള്ളൂ, എന്നെ കാണാനില്ലേ? ഷഹാന മുഖം കനപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ പറയണോ, നീയും മൊഞ്ചത്ത് തന്നെയല്ലേ? അവർ അവളെയും ചേർത്ത് പിടിച്ചു. ആഹാ, ഇതാരൊക്കെയാ? സാരിയൊക്കെ എടുത്തപ്പോ ഇവള് വലിയ പെണ്ണായല്ലോ. ഷഹാനയെ നോക്കിക്കൊണ്ട് അവളുടെ ഉപ്പ പറഞ്ഞു. ഒന്ന് പോ ഉപ്പ. അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു. വീഡിയോ ഷൂട്ടിങ്ങിന് പോയവരൊന്നും തിരിച്ചു വന്നില്ലേ? ന്യൂറയാണ് ചോദിച്ചത്. ഇല്ല മോളെ, അവരൊക്കെ ഇപ്പൊ വരും. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ആളെത്താറായി എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അബ്ദുള്ള അവിടെ നിന്നും പോയി. ന്യൂറ ഷഹാനയും കൂട്ടി വേഗം വെൽക്കം ഗേറ്റിന് അടുത്തേക്ക് പോയി നിന്നു. ഷാന് വരുമ്പോ തന്നെ കാണാൻ വേണ്ടിയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചെത്തി. കാറിൽ നിന്നിറങ്ങിയ ഷാനു മുന്നേ നിൽക്കുന്ന ന്യൂറയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇതുകൂടി ആയതും ന്യൂറയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ ഷാനുവിന് പിന്നാലെ ചെന്നു. മറ്റാരെയും ശ്രദ്ധിക്കാതെ അവൾ അവന്റെ കൈപിടിച്ച് അധികം ആരുമില്ലാത്തൊരിടത്തേക്ക് മാറി നിന്നു. പിടി ന്യൂറ, നീ ഇതെന്താ കാണിക്കുന്നേ? ആരേലുമൊക്കെ കാണും. ഷാനും ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. കാണട്ടെ, ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. അന്യൊന്നുമല്ലല്ലോ ഞാൻ. നീ കെട്ടാൻ പോകുന്ന പെണ്ണ് തന്നെയല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത് അത് പറ. ക്ഷമ നശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ കാണാൻ വേണ്ടി മാത്രമാ ഞാൻ ഈ സാരിയും ചുറ്റി ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഇതുവരെ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി നോറ, ഞാനത് ശ്രദ്ധിച്ചില്ല.
എന്തൊക്കെയോ തിരക്കുകളിലായിരുന്നു ഞാൻ. അത് പറയുമ്പോൾ ഉള്ളിൽ കുറ്റബോധം തോന്നി അവന്. നിന്റെ വായിൽ നിന്ന് തന്നെ ആദ്യത്തെ അഭിപ്രായം കേൾക്കണം എന്ന് ആഗ്രഹിച്ചു വന്നതായിരുന്നു ഞാൻ. പക്ഷേ നീ നീ മാത്രം എന്നെ കണ്ടില്ല. അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അവൾ. സോറി നൂറ, സോറി. നോക്കട്ടെ, നീ മൊഞ്ചത്തിയായിട്ടുണ്ടോന്ന്. അവനിലേക്ക് ചാന അവളെ താങ്ങി നിർത്തിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. കൊള്ളാലോ, ഈ സാരിയിൽ നിന്റെ ഗ്ലാമർ ഒന്നുകൂടി ഇരട്ടിയായിട്ടുണ്ട്. അത് പിന്നെ ഷാനു, നിന്റെ സെലക്ഷൻ അല്ലേ, അപ്പോ മോശാവോ? പറയുമ്പോൾ അവളുടെ മുഖം തുടുത്തു. അപ്പോഴാണ് താനിത് ലേക്കായി വാങ്ങാൻ ആഗ്രഹിച്ച സാരിയാണ് എന്നവൻ ഓർത്തത്. ന്യൂറക്കും അത് നന്നായി ചേരുന്നുണ്ട് എന്നവന് തോന്നി. എന്തേ നോക്കി നിൽക്കുന്നേ? നാണത്തോടെ അവൾ ചോദിച്ചതും ഒന്നുമില്ലെന്നവൻ തലയാട്ടി. വാ, എല്ലാവരും ശ്രദ്ധിക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. അതും പറഞ്ഞ് അവളെ കൈ പിടിച്ചു നടന്നവൻ. അപ്പോഴേക്കും കല്യാണ പെണ്ണും വീട്ടുകാരും എത്തിത്തുടങ്ങിയിരുന്നു. പാട്ടും മേളവുമൊക്കെയായി അവർ പെണ്ണിനെ വരവേറ്റു. ഒരു ഡാൻസോട് കൂടിയാണ് മണവാട്ടി പെണ്ണെ സ്റ്റേജിലേക്ക് കയറിയത്. സൈഫുവും അവളെ സ്റ്റേജിലേക്ക് കൈ പിടിച്ചു കയറ്റി അവർ രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിച്ചു. കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് തുടങ്ങി. ആദ്യം സൈഫുവിന്റെ ഫാമിലിയാണ് സ്റ്റേജിലേക്ക് കയറിയത്. പിന്നീട് കസിൻസ് എല്ലാവരും ചേർത്ത് നിന്ന് ഫോട്ടോ എടുത്തു. ന്യൂറ ഷാനുവിനോട് ചേർന്ന് അവന്റെ കൈ പിടിച്ചാണ് പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇത് കണ്ട സ്റ്റേജിന് മുന്നിലുള്ള കസേരയിലിരിക്കുന്ന ഒരാളുടെ കണ്ണ് നിറഞ്ഞു തൂവി. എന്നാൽ അയാളെ ഷാനുവോ ന്യൂറയോ ശ്രദ്ധിച്ചിരുന്നില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവരെല്ലാവരും ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് ചെന്നു. കാറ്ററിംഗിന് ആളുകളുണ്ടെങ്കിലും ഒരു മേൽനോട്ടത്തിനും ആളുകൾ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് അവരങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് കുറെ വട്ടം ചുറ്റി നടന്നപ്പോൾ ഷാനുവിന്റെ ഷർട്ടിൽ അറിയാതെ എന്തോ കറി വീണു. അയ്യോ ഷാനു, ഇതാകെ നാശായല്ലോ. വാ, ഞാനൊന്ന് വാഷ് ചെയ്ത് തരാം. ന്യൂറ ഷാനുവിന്റെ കൈ പിടിച്ച് മുകളിൽ നേരത്തെ അവർ പോയ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എന്നാൽ അവരറിയാതെ മറ്റൊരാൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഷാനു, നീ വേഗം ആ ഷർട്ട് ഇങ്ങ് ഒരുത്താ, ന്യൂറ അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വാഷ് ചെയ്തോളാം. എന്തിനു ഷാനു നീ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ നിന്റെ ബോഡി. അവൾ അത് പറഞ്ഞതും അവൻ തറപ്പിച്ചൊന്ന് നോക്കി. അത് പിന്നെ നീ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കാണാറില്ലേ? അപ്പോ ഒരു ബനിയനും ഷോർട്സും മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവൾ ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെ അവനൊന്ന് മൂളിയതേയുള്ളൂ. പിന്നെ അവൾ തന്നെ അവന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി. ഞാൻ അഴിച്ചോളാം, അവളുടെ കയ്യിൽ പിടിച്ചവൻ പറഞ്ഞു. ഞാൻ അഴിച്ച എന്താ സംഭവിക്കുക എന്ന് കാണണമല്ലോ. അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ മുഴുവൻ ബട്ടൺസും അഴിച്ചു. ഷർട്ട് ഊരി മാറ്റി നേരെ വാഷ്റൂമിലേക്ക് ചെന്നു. അവൾ ആ ഷർട്ട് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിൽ മുഖമമർത്തി. അവന്റെ ഗന്ധം അവൾ ആവോളം വലിച്ചെടുത്തു. അവന്റെ ഷർട്ട് ഊരി മാറ്റിയ കാര്യം ആലോചിച്ച അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ന്യൂറ, കഴിഞ്ഞില്ലേ? വാതിലിലുള്ള ഷാനുവിന്റെ മുട്ടുകേട്ടാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. ദാ ഷാനു വരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്ത് പുറത്തിറങ്ങി. ദാ ഇതിവിടെ ഒന്ന് വിരിച്ചിടാം, ഫാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അവൾ ആ ഷർട്ട് ബെഡിന്റെ സൈഡിലായുള്ള ചേറിലിടാനായി നടന്നു. എന്നാൽ ഷർട്ടിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തിൽ ചവിട്ടിയതും അവളൊന്ന് സ്ലിപ്പായി. താൻ വീണു എന്ന് കരുതി ഒച്ചയിട്ട് അവളെ അവൻ പെട്ടെന്ന് പിന്നോട്ട് വലിച്ചു. എന്നാൽ അവന്റെ കയ്യിൽ കിട്ടിയത് സാരിയുടെ തലപ്പം കൂടിയാണ്. രണ്ടുപേരും ബെഡിലേക്ക് മറിഞ്ഞു വീണു. അവന്റെ പിടുത്തം സാരിയിലായതുകൊണ്ട് തന്നെ അവളുടെ മാറിൽ നിന്നും സാരി ഉതിർന്നു വീണു. അവളുടെ മുകളിലായി നിൽക്കുന്ന അവന്റെ നോട്ടം ഒരു വേള ബ്ലൗസിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന അവളുടെ ആ മാറിടങ്ങളിലേക്ക് എത്തി നിന്നു. ഡീപ് നെക്ക് ആയതുകൊണ്ട് തന്നെ ക്ലീവേജ് നന്നായി കാണുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ മുഖമുയർത്തി അവളെ നോക്കി. പെട്ടെന്നുള്ള വീഴ്ചയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ കണ്ണും തുറച്ച് നോക്കുകയാണവൾ. പെട്ടെന്ന് ആരോ
വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരുടെയും നോട്ടം അങ്ങോട്ടായി. വാതിൽ തുറന്ന് നിറഞ്ഞ മിഴികളോടെ, എന്നാൽ അതിലേറെ ദേഷ്യത്തോടെ നോക്കുന്നയാളെ കണ്ടതും ഷാനു ഒന്ന് ഞെട്ടി. ലിയ? അവൻ പെട്ടെന്ന് ന്യൂറയിൽ നിന്നും വേർവിട്ടെഴുന്നേറ്റു. ന്യൂറയ്ക്ക് വന്നതാരാണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ പിടഞ്ഞെഴുന്നേറ്റു. മാറിൽ നിന്നും ഉതിർന്നു വീണ സാരി നേരെയാക്കിക്കൊണ്ട് അവൾ അങ്ങോട്ട് നോക്കിയതും കത്തുന്ന കണ്ണുകളോടെ തന്നെ തന്നെ നോക്കുന്ന പെണ്ണ് ആരാണെന്നറിയില്ലെങ്കിലും അവൾ തങ്ങളെ സംശയിച്ചു കാണുമെന്ന് ഉറപ്പാണ്. അവളെ കുറ്റം പറയാനും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും അർദ്ധനഗ്നരായിരുന്നു. പോരാത്തതിന് ബെഡിലുള്ള ആ കിടപ്പും കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായി. എങ്കിലും ആ പെണ്ണ് ആരാ എന്നതിൽ അവൾക്ക് വല്ലാത്ത സംശയം തോന്നി. പോരാത്തതിന് ഷാനു ആ പേര് പറയുന്നതും കേട്ടപ്പോൾ സംശയം കൂടി. ലിയ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഷാനു അവന്റെ ഭാഗം അവളെ അറിയിച്ചു. ഇത്രയൊക്കെ കണ്ടിട്ടും ഒന്നും മനസ്സിലാവാതിരിക്കാനും മാത്രം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. താൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ? എന്തിനായിരുന്നു ഇതെല്ലാം? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി നിൽക്കുന്നവളെ കണ്ടതും ആ കൈ പിടിച്ചു താഴ്ത്തി അവൻ പറഞ്ഞു, പ്ലീസ് ലിയ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടുപോകരുതെന്നെ. അവൾ തന്റെ കയ്യിൽ നിന്നും അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. താൻ എന്നോട് പക പോക്കുകയായിരുന്നു. തന്നെ തല്ലിയതിനുള്ള ശിക്ഷ. എന്നാൽ അതെങ്ങനെ വേണ്ടിയിരുന്നില്ല. അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണ് ഇതൊക്കെ. എന്നാൽ അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഒരാളെ ഷാനു മറന്നുപോയി. ഷാനു! ന്യൂറയുടെ ഉച്ചത്തിലുള്ള വിളിയിൽ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ന്യൂറ, ഞാൻ അവനെ അവളോട് എന്ത് പറയണം എന്നറിയാതെയായി. അപ്പോ നീ എന്നെയും ചതിക്കുകയായിരുന്നല്ലേ? ഇവൾ ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു കാമുകിയുള്ള കാര്യം പോലും അറിയാതെ നിന്റെ മഹറണിഞ്ഞ് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഫൂളായി പോയേനെ ഞാൻ. ന്യൂറയുടെ വാക്കുകൾ കേട്ടതും ലിയക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവന്റെ മഹറണിയാൻ അവൾ ഒരുങ്ങിയിരുന്നു എന്ന് കേട്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. തലയിൽ എന്തോ ഭാരം അനുഭവപ്പെടുന്നത് പോലെ തോന്നിയവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. എന്നാൽ നിലത്തേക്ക് വീഴാതെ അവളെ താങ്ങി നിർത്തിയവൻ ബെഡിലേക്ക് കിടത്തി. ന്യൂറ, പ്ലീസ് ഇത്തിരി വെള്ളം എടുത്തു തരുമോ? ലിയയെ മടിയിൽ കിടത്തിക്കൊണ്ട് ചോദിച്ചതും കത്തുന്ന നോട്ടവുമായി അവൾ ബോട്ടിലിൽ ഉണ്ടായിരുന്ന വെള്ളം എടുത്തു കൊടുത്തു. അവനത് അവളുടെ മുഖത്തേക്ക് തളിച്ചു കൊടുത്തു. ന്യൂറ ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാനായി ഒരുങ്ങിയതും, ന്യൂറ പ്ലീസ് പോവല്ലേ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പൊക്കോ. ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? നിന്നെ പോലൊരു വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദാ ആ കിടക്കുന്ന പെണ്ണിനെ അടക്കം എത്രയാളെ നീ പറ്റിച്ചിട്ടുണ്ടാകും. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. അവളിപ്പോ വന്നത് നന്നായി. ഇല്ലെങ്കിൽ എന്റെ ജീവിതം കൂടി തകർന്നേനെ. അവളുടെ ഓരോ വാക്കുകളും അസ്ത്രങ്ങളായി അവന്റെ നെഞ്ചിൽ തുളച്ചു കയറി. പ്ലീസ് ന്യൂറ, അങ്ങനെയൊന്നും പറയാതെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെങ്കിലും നീ മനസ്സ് കാണിക്കേ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം, അവൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ലിയക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. ലിയ പ്ലീസ് എഴുന്നേൽക്കടി, അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. ന്യൂറയും അവൾക്കരികിലായി വന്നിരുന്നു. കുറച്ചുകൂടി വെള്ളം തളിച്ചതും ലിയ മെല്ലെ ഒന്ന് ഞെരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. മുന്നിൽ ഷാനുവിനെ കണ്ടതും അവൾ കുതറി മാറി. മാറ്, എനിക്ക് പോണം. അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതും അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അത് കാണാനാവാതെ ന്യൂറ മുഖം തിരിച്ചു. വിടെന്നെ. അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നോക്കിലിയ, ഞാൻ ഈ ജന്മം ആദ്യമായും അവസാനമായും സ്നേഹിച്ച പെണ്ണ് നീ മാത്രമാണ്. അതിനെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ നീ ഇപ്പോ കണ്ടത് എന്റെ ഷർട്ടിൽ കറയായത് കഴുകാൻ വേണ്ടി വന്നതാണിവിടെ. എന്നാൽ
അറിയാതെ സ്ലിപ്പായി വീണുപോയി. കറക്റ്റ് ആ ടൈമിൽ തന്നെ താനും എവിടെ വന്നു. സത്യമായും അതാണ് സംഭവിച്ചത്. അവനിൽ നിന്നും മുഖം തിരിച്ചിരിക്കുന്ന അവളുടെ കവിളിൽ പിടിച്ച് ആ മുഖം തന്റെ നേർക്കാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, അപ്പൊ പിന്നെ അവൾ തന്റെ മഹാറാണിയാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞതോ? സംശയത്തോടെ നൂറയെ നോക്കിക്കൊണ്ട് ലിയ ചോദിച്ചു. അതിനുള്ള ഉത്തരം നൂറ, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നൂറയുടെ കൈപിടിച്ചുകൊണ്ട് ഷാനു പറയാൻ തുടങ്ങി. അന്ന് ഹാളിലിരുന്ന് ഉമ്മയും അമ്മായിയും ഒന്നും സംസാരിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടിരുന്നില്ല. ദാ ഇവളോട് ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് എളാപ്പ എന്തോ ചോദിച്ചത്. അത് എന്താണെന്ന് പോലും കേൾക്കാതെ ഞാൻ ആ എന്ന് തലയാട്ടി. എന്നാലത് നീയുമായുള്ള വിവാഹകാര്യമായിരുന്നെന്ന് പിറ്റേന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തറഞ്ഞു നിന്നുപോയി. ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയാണ് ഞാൻ നിന്റെ റൂമിലേക്ക് വന്നത്. എന്നാ നീ അവിടെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സിനെ പറ്റിയും ഓർണമെന്റ്സിനെ പറ്റിയുമുള്ള ഡിസ്കഷനിലായിരുന്നു. അത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന നിന്റെ മുഖത്ത് നോക്കി നിന്നെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. അത് എന്റെ തെറ്റാണ്. കൂടുതൽ മോഹങ്ങൾ നിന്റെ ഉള്ളിൽ നിറയുന്നതിന് മുന്നേ ഞാൻ അതൊക്കെ നിന്നോട് തുറന്നു പറയണമായിരുന്നു. എന്നാൽ എല്ലാം അറിയുന്ന മറ്റൊരാൾ കൂടി നമ്മുടെ വീട്ടിലുണ്ട്. അത് കേട്ടതും ആ ആള് ആരാണെന്ന മട്ടിൽ നൂറ അവനെ ഒന്ന് നോക്കി. അത് മറ്റാരുമല്ല, നമ്മുടെ ഉമ്മാമ തന്നെയാ. അത് കേട്ടതും നൂറ വിശ്വസിക്കാൻ പ്രയാസമുള്ളതുപോലെ അവനെ ഒന്ന് നോക്കി. ഉമ്മാമ ഒരിക്കൽ ലിയയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. എന്നേക്കാൾ മുന്നേ ഇവളെ ഇഷ്ടപ്പെട്ടത് ഉമ്മാമാക്കാണ്. അതുകൊണ്ട് തന്നെ ഇവളോടുള്ള എന്റെ പ്രണയം ഞാൻ ആകെ തുറന്നു പറഞ്ഞത് ഉമ്മാമയോട് മാത്രമാണ്. ഷഹാനക്കും ഉമ്മാക്കും ലിയയെ ഇഷ്ടമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് പതിയെ അവരോട് കാര്യം അവതരിപ്പിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ അതിനിടയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് താൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. അത്രയും കേട്ടു കഴിഞ്ഞതും അതുവരെ അടക്കി വെച്ച സങ്കടം നൂറയിൽ അണപൊട്ടിയൊഴുകി. താനൊരു വിഡ്ഢിയെ പോലെ അവനെ സ്നേഹിച്ചു പോയല്ലോ എന്ന വിഷമമായിരുന്നു. നൂറ, നീ ഇങ്ങനെ കരയാതെ. ഞാൻ എന്റെ ഷഹാനെ പോലെയേ നിന്നെയും കണ്ടിട്ടുള്ളൂ. ഒരിക്കലും മറ്റൊരു സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്കാവില്ല മോളെ. അപ്പോഴേക്കും അവന്റെ നെഞ്ചിൽ ചാനിരുന്നു അവൾ. അവളിൽ നിന്നും അടക്കി പിടിച്ച തേങ്ങലുകൾ ഉയർന്നു വന്നു. ഷാനവും ലിയയും അവളെ കരയാൻ അനുവദിച്ചു. അങ്ങനെയെങ്കിലും അവളുടെ ഉള്ളിലെ വിഷമങ്ങൾ തീരട്ടെ എന്ന് കരുതിയവർ. നൂറ, മതി മോളെ കരഞ്ഞത്. നമ്മളെ കാണാതെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാകും. നീ എണീക്ക്. അവൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. സോറി ഷാനു, തെറ്റ് എന്റെ ഭാഗത്തുമുണ്ട്. തന്നോട് ഇഷ്ടമാണോ എന്ന് പോലും ചോദിക്കാതെ ഞാനായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. നിന്റെ ഭാഗത്തു നിന്നുമുള്ള അകൽച്ച മനസ്സിലായിട്ടും ഒന്നും ചോദിക്കാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാണ്. അവൾക്ക് അവളുടെ തെറ്റുകൾ മനസ്സിലായി. എന്നാൽ നമുക്കിത് ഇന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞാലോ? ഇല്ലെങ്കിൽ ദിവസം കഴിയുന്തോറും അത് വലിയ പ്രശ്നമായി മാറും, അവൾ അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഇപ്പോ നീ മനസ്സിലാക്കിയതുപോലെ അവരെന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. ഷാനുവിന്റെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നൂറ ഇനി എന്ത് എന്ന ഭാവത്തോടെ ചോദിച്ചു. എന്തായാലും നീ എന്നെ മനസ്സിലാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൽ നീ എല്ലാം അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ കരുതിയത്. വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിച്ചല്ലോ, അവൻ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. അപ്പോഴും രണ്ടുപേരും പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ലിയ. തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? മുഖം കുനിച്ചിരിക്കുന്നവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും ഒരു കരച്ചിലോടെ അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. തന്നെ തെറ്റിദ്ധരിച്ചതിന് സോറി. നിങ്ങളെ അങ്ങനെയൊക്കെ കണ്ടപ്പോ ഞാൻ അറിയാതെ എന്തൊക്കെയോ. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ
അവൾ വിങ്ങി. അതൊന്നും സാരമില്ല. അങ്ങനെയൊരവസ്ഥയിൽ ആരായാലും അങ്ങനെ പെരുമാറൂ. താനായതുകൊണ്ട് അടിച്ചില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരടിയെങ്കിലും അടിച്ചിട്ടേ ബാക്കി സംസാരമുണ്ടാകൂ. ചിരിച്ചുകൊണ്ട് പറയുന്നവനെ നിറഞ്ഞ മിഴികളോടെ നോക്കിയവൾ. അവൻ അവളുടെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന പോലെ. എന്നാൽ കുഴപ്പങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നവർക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ, അതും പറഞ്ഞ് നൂറ പുറത്തേക്കിറങ്ങി. ഷാനുവും ലിയയും കുറച്ചു സമയം കൂടി അങ്ങനെയിരുന്നു. നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എവിടെയൊക്കെ തിരക്കി. സ്റ്റെയർ ഇറങ്ങി വരുന്ന നൂറയെ കണ്ടതും ഷഹാന പരിഭവം പറഞ്ഞു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ. ആണോ? എനിക്കും ഒന്ന് പോണം. ഷഹാന നൂറയെ മറികടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടു പറഞ്ഞു. എന്നാൽ അവൾ ചെന്നാൽ ഷാനുവിനെയും ലേയെയും കാണുമെന്ന് പേടിച്ച് നൂറ അവളെ തടഞ്ഞു. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നൂറ പറഞ്ഞതും അതെന്താ എന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു. എടി അത് പിന്നെ അവിടെ വെള്ളം വരുന്നില്ല, അതുകൊണ്ടാ ഞാൻ താഴേക്ക് വന്നത്. നൂറ പെട്ടെന്ന് തോന്നിയ ഒരു കള്ളം പറഞ്ഞു. എന്നാൽ ഷഹാനയിൽ ചെറിയ സംശയങ്ങൾ ഉടലെടുത്തു. എങ്കിലും ഒന്നും ചോദിക്കാതെ നൂറയുടെ പിറകെ തന്നെ അവൾ നടന്നു. മോളെ, ഇങ്ങ് വന്നേ, നിന്നെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നൂറയെ അവളുടെ ഉമ്മ കൈപിടിച്ച് മറ്റു ബന്ധുക്കളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേ സമയം നേരത്തെ നൂറ പറഞ്ഞതിൽ എന്തോ കള്ളത്തരമുള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഷഹാന നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. എന്നാൽ ഇതൊന്നും അറിയാതെ ലേയുടെ പിണക്കം മാറ്റുന്ന തിരക്കിലായിരുന്നു ഷാനു. അവളുടെ മുഖം രണ്ട് കൈയാലെ കോരിയെടുത്ത് തന്റെ മുഖത്തോട് അടുപ്പിച്ചവൻ ആ വിറക്കുന്ന ചുണ്ടുകളെ തന്റെ ചുണ്ടുകളാൽ കോർത്തെടുത്തു. അവൾ അവനിലുള്ള പിടുത്തം മുറുക്കി കണ്ണുകൾ അടച്ചു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറിയത്. ആളെ കണ്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് പിടഞ്ഞു മാറി.